തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധിയാണ് ചീഫ് ഇലക്ഷൻ ഓഫീസർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബിജെപിയുടെ ചട്ടുകമാണ്. ചീഫ് ഇലക്ഷൻ ഓഫീസർ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം 4 തവണ വിളിച്ചു ചേർത്തു. ആ യോഗങ്ങളിലെല്ലാം ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ SIR നടപ്പാക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടു. ബീഹാറിന്റെ അനുഭവത്തിന്റെയും ഹരിയാനയുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് അക്കാര്യം പറഞ്ഞത്. ഒരു ഭാഗത്ത് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, മറുഭാഗത്ത് ബിജെപിയുടെ കള്ള വോട്ടുകൾ കൂട്ടിച്ചേർക്കുക. ബീഹാർ ഒരു ഉദാഹരണമാണ്. ബിജെപിയുടെ മുൻ MP രാകേഷ് സിന്ഹയ്യ 2 സ്ഥലങ്ങളിലാണ് വോട്ട് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ വന്ന റിപ്പോർട്ട് 3 ലക്ഷത്തോളം വോട്ടുകൾ അധികമായി വോട്ടിങ്ങിന് ശേഷം കൌണ്ടിങ്ങിന്റെ വേളയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഒരു ഭാഗത്ത് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കളയുക, മറുഭാഗത്ത് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റുക. SIRനുള്ള അടിസ്ഥാന വിയോജിപ്പിന് കാരണം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് SIR. പൗരത്വ നിയമം BJP ഭേദഗതി ചെയ്തത് മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനു വേണ്ടിയാണ്. അത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനാണ്. അത് വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കുകയാണ് ബീഹാറിൽ ചെയ്തത്. കേരളത്തിലും അത് നടപ്പാക്കാനാണ് നീക്കം. അതിനോട് ഞങ്ങൾക്കൊട്ടും യോജിക്കാൻ കഴിയില്ല. എന്നാൽ കേരളത്തിൽ പ്രായോഗികമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നോമിനേഷൻ ഇന്നലെ മുതൽ സ്വീകരിച്ചു തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാരെയാണ്. കാരണം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്. 23,612 വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. 2.5 ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട സന്ദർഭത്തിൽ 30,000-ലേറെ ഉദ്യോഗസ്ഥന്മാരെ അതിൽ നിന്നെടുത്ത് SIRന് വേണ്ടി നിയോഗിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. മാത്രമല്ല, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ, പ്രധാന സംഘടനകളായ NGO യൂണിയൻ, KGOA, ജോയിന്റ് കൌൺസിൽ, NGO അസോസിയേഷൻ, BJPയുടെ സർവീസ് സംഘടനയടക്കം ഇപ്പോൾ അമിത ഭാരം വന്നതിനാൽ SIRന്റെ ജോലിയും ചെയ്യണം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജോലിയും ചെയ്യണം എന്ന ഇരട്ട ഭാരം വന്നതിനാൽ SIR കുറച്ച് നീട്ടിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രായോഗികതയുടെ പ്രശ്നമാണ്. ഇക്കാര്യമാണ് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. SIR നടപ്പാക്കണമെന്ന് പറയുന്ന BJPയും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് SIR നടത്തുന്നത് മൂലമുണ്ടാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുനാനിമസായി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് SIR നടപ്പാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് അതിന്മേൽ
കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് ദൗർഭാഗ്യകരമാണ്. BJPയുടെ ചട്ടുകമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ പ്രതീതിയാണ് ചീഫ് ഇലക്ഷൻ ഓഫീസർ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും SIR തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തണമെന്നുള്ള നിർബന്ധം പിടിക്കുന്നത്. ഇതിന്റെ ഫലമായി സംഭവിക്കുക എന്താ? അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ, അതിനെ ജനാധിപത്യ പ്രക്രിയയെ, അതിൻ്റെ നീതിപൂർവമായ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ SIR കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് നല്ല വിജയമുണ്ടാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് BJP കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ SIR നിർബന്ധപൂർവം നടപ്പാക്കുന്നത്. 15% എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ആ സംസ്ഥാന ശരാശരി ഫോറം വിതരണം ചെയ്യാത്ത, അതിനേക്കാൾ കൂടുതൽ വോട്ടർമാർക്ക് ഫോറം വിതരണം ചെയ്യാത്ത അസംബ്ലി മണ്ഡലങ്ങൾ 68. അപ്പോൾ സംസ്ഥാന ശരാശരി വളരെ കുറഞ്ഞ വോട്ടർമാർക്ക് മാത്രമേ ഫോറം കൊടുക്കാനുള്ളൂ എന്ന് വരുത്തി തീർക്കാനാണ് യഥാർത്ഥത്തിൽ ഈ കണക്ക് കൂടെ പറഞ്ഞിട്ടുള്ളത്. 68 നിയമസഭാ മണ്ഡലങ്ങളിൽ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ, അഥവാ പകുതിയോളം വോട്ടർമാർക്ക് ഈ എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്യാൻ ബാക്കിയിരിക്കെയാണ് നിർബന്ധമായും ഡിസംബർ 9 കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നത്. അത് ഇലക്ഷൻ കമ്മീഷന്റെ ധിക്കാരമാണ്.